സൂപ്പർ കോപ്പ ഡി എസ്പാനി ഫൈനലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഹൈലി എക്സൈറ്റഡ് ആണ്. ഇത്തവണത്തെ എൽ ക്ലാസിക്കോയിലെങ്കിലും ബാസ നല്ലൊരു മാർജിനിൽ വിൻ ചെയ്യുന്ന ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ സൂപ്പർ കോപ്പ ഡി എസ്പാനി ഫൈനലിൽ ബാസ 4-1 തോറ്റു. വലിയൊരു ഹ്യൂമിലിയേഷൻ ആയിരുന്നു. ചാവിക്കാണെങ്കിൽ ഒരു പെർഫെക്റ്റ് റിസൾട്ട് പോലും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനത്തെ ഒരു മാച്ചായിരുന്നു അത്. അപ്പോൾ അതിനുള്ള മറുപടി ഇത്തവണത്തെ മാച്ചിൽ ബാസ കാഴ്ചവെക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു മാച്ചിൽ ബാസ നല്ലൊരു മാർജിനിൽ വിൻ ചെയ്യുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു എൽ ക്ലാസിക്കോ എന്തോ എന്നെ നല്ല രീതിയിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാച്ചിൻ്റെ റഫറി ആയിട്ട് വരുന്നത് ഗിൽ മാൻസിയോ ആണ്. അപ്പോൾ ഗിൽ മാൻസിയോയുടെ അണ്ടറിൽ എപ്പോഴൊക്കെ എൽ ക്ലാസിക്കോ നടന്നിട്ടുണ്ടോ ബാസക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റാറില്ല. ആകെ 1-2 മാച്ചിൽ ബാസ വിജയം കൈവരിച്ചു എന്നല്ലാതെ നല്ലൊരു ശതമാനം സമനില അല്ലെങ്കിൽ തോൽവിയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചരിത്രം ഈ ഒരു മാച്ചിലൂടെ തിരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം. പിന്നെ ഇപ്പോൾ വരുന്നൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റയൽ മാഡ്രിഡ് TV അവർക്ക് ചെയ്യാനുള്ള പരിപാടി ചെയ്തു വെച്ച് കഴിഞ്ഞു. അതായത് ഗിൽമാൻസിയായിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു വീഡിയോ. ആ ഒരു വീഡിയോൻ്റെ അകത്ത് ഗിൽമാൻസിയോ വരുത്തി വെച്ചിട്ടുള്ള മിസ്റ്റേക്സ് അല്ലെങ്കിൽ അദ്ദേഹം പോലും അറിയാതെ വന്നിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ ആയിരിക്കും അറസ്റ്റ് ചെയ്ത് പറയാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിൽമാൻസിയുടെ സബ് കോൺഷ്യസ് ലെവലിൽ ഒരു ഫിയർ ജനറേറ്റ് ആവും. അതായത് ഇങ്ങനത്തെ ഫൗൾസ് വന്നു കഴിഞ്ഞാൽ റയലിന് അനുകൂലമായിട്ട് വിസിൽ വിളിക്കണം എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കും. അങ്ങനെയാണ് സംഭവമുള്ളത്. അപ്പോൾ എന്തായാലും ശരി, നമ്മുടെ ഒപ്പോണൻ്റായിട്ട് ഇപ്പോൾ റയൽ മാഡ്രിഡ് ആയാലും ശരി, 12th മാനായിട്ട് ഗിൽമാൻസ് നിന്നാലും ശരി, നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് കപ്പും കൊണ്ടുപോകും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി പറയാനുള്ളത് അറോഹോനെ കുറിച്ചാണ്. അപ്പോൾ അറോഹോ എന്ന് പറയുന്ന താരം ബാസയുടെ സെക്കൻഡ് ചോയ്സ് ക്യാപ്റ്റനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരികയുണ്ടായി. അതായത് അദ്ദേഹത്തിന് ഈ ഒരു സൂപ്പർ കപ്പ് ഫൈനലിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല, അദ്ദേഹത്തെ കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെന്നായിരുന്നു അറോഹയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ബാസയുടെ ഒരു മെയിൻ എന്ന രീതിയിൽ കാണുന്ന ഒരാളാണ് അറോഹോ, ഒരു ക്യാപ്റ്റനാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിൻ്റെ ഏക റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ ഒരു യുവൻറ്റസ് മൂവ് പെർഫെക്റ്റായിട്ട് നടത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഇഞ്ചറി ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു യുവൻറ്റസ് മൂവ് നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ചെയ്ത പരിപാടിയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും സങ്കടമുണ്ട്. ഒരു ക്ലബ് ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ക്ലബിൽ എത്ര ദിവസം നിൽക്കുന്നുണ്ടോ ആ ഒരു ഡേ വരെ ഫൈറ്റിംഗ് സ്പിരിറ്റോടെ നിൽക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല അറോഹയുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ളത്. ശരിക്കും സങ്കടമുണ്ട് അറോഹയുടെ ആ ഒരു ബിഹേവിയറിൽ. എന്തായാലും ഫ്ലിക്കാണ് ആൾ. ചിലപ്പോൾ അറോഹ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ കളിപ്പിക്കുമായിരിക്കും. പക്ഷെ എന്തായാലും ശരി, അറോഹയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമില്ല. സങ്കടമുണ്ട് ആ ഒരു കാര്യത്തിൽ. എന്തായാലും അറോഹോ ടു യുവൻറ്റസ് മിക്കവാറും സൂപ്പർ കപ്പ് ഫൈനലിന് ശേഷം നടക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ആൻഡ് യുവൻറ്റസ് ആണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ 50 മില്യൺ യൂറോസിൻ്റെ ഒരു ഫണ്ടായിട്ട് വരുമെന്നും പറയുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറോഹോ ഇപ്പോൾ ബാസിലാണെങ്കിലും മനസ്സുകൊണ്ട് പ്ലെയർ ഇപ്പോൾ യുവൻറ്റസ് പ്ലെയറായിട്ടാണ് നിൽക്കുന്നത്. എന്താവും റിയാലിറ്റി എന്നതെല്ലാം കണ്ടന്റ് അറിയാം. അത്ര തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ വീഡിയോ എടുത്തിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.